62 വർഷത്തെ സേവനത്തിനൊടുവിൽ MiG-21 പോർ വിമാനങ്ങൾ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഇന്ത്യയുടെ ആകാശത്തെ പ്രതിനിധാനം ചെയ്ത MiG വിമാനങ്ങൾക്ക് പകരക്കാരനാകാൻ പോകുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനങ്ങളാകും. ഒരിക്കൽ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടിൽ എന്ന് വിശേഷിപ്പിച്ചിരുന്ന വിമാനങ്ങളുടെ അവസാന പറക്കലിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് തന്നെയായിരുന്നു പൈലറ്റ്. അർജുൻ തന്നെ ഒരിക്കൽ കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അർജുൻ, ഇത്രയും വർഷം 62 വർഷക്കാലത്തോളം നമ്മുടെ രാജ്യത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് അഭിമാനമായി മാറിയ MiG-21 വിമാനങ്ങൾ അങ്ങനെ അവസാന ദിനമായിരുന്നു എന്ന് ഇപ്പോൾ ഈ വായിച്ചതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടൽ എന്ന് വിശേഷിപ്പിച്ചിരുന്ന വിമാനങ്ങളുടെ അവസാന പറക്കലായിരുന്നു അല്ലേ? അതിനെടുത്ത് പറയാൻ പാകത്തിന് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മിഗിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകും. എയർ ചീഫ് മാർഷൽ AP സിംഗ് വീണ്ടും MiG-21 വിമാനങ്ങൾ പറത്തി അതിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് വീണ്ടും ആ വിമാനത്തെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ഉയർന്നു കേട്ടത്. അതിന് കാരണം ആ വിമാനം നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായി കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഇവിടെ വാങ്ങാൻ പോവുകയാണ്. ഒരു മാസക്കാലം കൂടെ മാത്രമാണ് MiG-21 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാവുക. സെപ്റ്റംബർ 26-ാം തീയതി ചണ്ഡീഗഡിൽ വെച്ചാണ് ഔദ്യോഗിക വിടവാങ്ങൽ ചടങ്ങ്. അവിടെ വെച്ചിട്ട് വിമാനങ്ങളെല്ലാം തന്നെ മാറ്റി അതിന് പകരം തേജസ് എന്നുള്ള ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത വിമാനങ്ങൾ ഈ MiG വിമാനങ്ങൾക്ക് പകരക്കാരനാകും. 1963-ലാണ് ഇന്ത്യ ആദ്യമായി MiG-21 വിമാനങ്ങൾ വാങ്ങുന്നത്. അതന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കിയതാണ്. 13 വിമാനങ്ങളായിരുന്നു ഇന്ത്യക്ക് ലഭിച്ച ആദ്യ ബാച്ച്. പ്രധാനമായിട്ടും ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്ന കാര്യം, അതായത് ഈ MiG-21 വിമാനങ്ങൾ വാങ്ങുമ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഭീഷണിയൊക്കെ നിലനിന്നൊരു കാലമാണ്. അന്ന് U-2 ചാര വിമാനങ്ങൾ വലിയ രീതിയിൽ ഇന്ത്യക്ക് ഭീഷണിയായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും. അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി, അതിൻ്റെ പ്രവർത്തനത്തെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നല്ല ഉയരത്തിൽ പറക്കുന്ന, നല്ല വേഗതയിൽ പറക്കുന്ന ഒരു വിമാനം. അങ്ങനെയാണ് ഈ സോവിയറ്റ് യൂണിയൻ്റെ MiG-21 എന്നുള്ള വിമാനങ്ങൾ വാങ്ങാമെന്നുള്ള ധാരണയിലേക്ക് എത്തുന്നതും പിന്നീട് ആദ്യ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നതും. ഒരു കാലത്തല്ല, 2010 അല്ലെങ്കിൽ 2008 വരെയും ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ആകാശത്തെ കുന്തമുന എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുമായിരുന്ന വിമാനങ്ങളാണ് ഈ MiG-21. പ്രത്യേകിച്ചും 60കളിലെ ഇൻഡോ ചൈന യുദ്ധം, 71-ലെ ഇൻഡോ പാക് യുദ്ധം, കാർഗിൽ യുദ്ധം, അതിലെല്ലാം തന്നെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ കാർഗിൽ യുദ്ധത്തിൽ തന്നെ പാകിസ്ഥാൻ്റെ അറ്റ്ലാന്റ വിമാനങ്ങളെ തകർക്കാൻ ഈ MiG-21 വിമാനങ്ങൾ വഹിച്ച പങ്കെന്ന് പറയുന്നത് അത് വളരെ വലുതായിരുന്നു. അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ വിജയിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ആകാശത്തെ പോർമുന തന്നെയായിരുന്നു നമ്മുടെ ഈ MiG-21 വിമാനങ്ങൾ. അതിനിടയിൽ കുറേ അപകടങ്ങൾ കൂടിയിട്ട് സഞ്ചരിക്കുന്ന, അതായത് പറക്കുന്ന ശവപ്പെട്ടി എന്നുള്ള ചീത്തപ്പേര് കൂടി ഈ MiG-21 വിമാനത്തിന് വന്നിരുന്നു. കാരണം കാലപ്പഴക്കം വളരെ വലുതാണ്. ഒരുപാട് വർഷമായി വലിയ 5th ജൻ വിമാനങ്ങളൊക്കെ പുതുതായി വന്നു. ഈ 2010 അതായത് ഇന്ത്യയിൽ റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങൾ കൂടി വന്നതോടെയാണ് ഏകദേശം ഈ MiG-21 വിമാനങ്ങൾ കളമൊഴിഞ്ഞു തുടങ്ങിയത്. ഈ ചീത്തപ്പേരൊക്കെ നിലനിൽക്കുമ്പോഴും 2019 അത് ഈ ബാൽക്കോട്ട് എയർ സ്ട്രൈക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അഭിനന്ദൻ വർദ്ധമാൻ പറത്തിയ വിമാനം അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള പാകിസ്ഥാൻ്റെ F-16 വിമാനത്തെയൊക്കെ തകർത്തെറിഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം, 5th ജൻ വിമാനമാണ് ഈ F-16 പറയുന്നത്. അതിനെക്കാട്ടിലും സാങ്കേതികമായിട്ടും വേഗത്തിലൊക്കെ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന MiG-21 ആ F-16 തകർത്തിട്ടു എന്ന് പറയുമ്പോൾ അതെ, ശരിയാണ്. അങ്ങനെ പോരായ്മകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സമയം കൂടിയല്ല എന്ന് കൂടി നമ്മൾ പറയുകയാണ്. ശരിയാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ MiG-21 ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും 62 വർഷത്തെ സേവനത്തിനൊടുവിൽ എടുത്തു പറയാൻ പാകത്തിന് ഇപ്പോൾ അർജുൻ സംസാരിച്ചതുപോലെ ഒരുപാട് അഭിമാനകരമായ മുഹൂർത്തങ്ങളും നമ്മൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 62 വർഷത്തെ സേവനത്തിനൊടുവിൽ അങ്ങനെ MiG-21 പോർ വിമാനങ്ങൾ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങുകയാണ്. അതേസമയം തന്നെ പകരക്കാരനാകാൻ പോകുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനങ്ങളുമായിരിക്കും. ശരി അർജുൻ.